ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആസിഫ് അലി ആൻഡ് രമേശ് നാരായണൻ തമ്മിലുള്ള ഇഷ്യൂ. എന്തിന്റെ പേരിൽ തന്നെയാണെങ്കിലും ആസിഫ് അലിയിലെടുത്ത് രമേശ് നാരായണൻ കാണിച്ചത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു കലാകാരനെ മലയാളികൾ എത്രത്തോളം സ്നേഹിക്കും, ചേർത്ത് നിർത്തും, സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന് ഉദാഹരണമാണ് ആസിഫ് അലിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ സപ്പോർട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തില് ഞാൻ വേൾഡ് മലയാളി സർക്കിളിൽ ഒരാളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആള് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ തെറ്റ് ചെയ്തത് സംഘാടകരാണ്. സംഗീതം എന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല. അതിന് അനേകം വർഷത്തെ തപസ്സും കഠിന പ്രയത്നവും ഉപാസനയും ഒക്കെ വേണം. അതിന്റെ മഹത്വം അറിയാത്ത സംഘാടകരെ വേണം ആദ്യം കുറ്റം പറയാൻ. തനിക്ക് ഉപഹാരം നൽകാൻ പ്രായത്തിലും ഇത്രയും ചെറിയ, പറയാൻ സിനിമയിൽ പോലും അത്ര ഉയരത്തിൽ എത്താത്ത, പ്രത്യേകിച്ച് കള്ളും ലഹരിയും ഒക്കെ കൂടുതലുള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് ഉപഹാരം വാങ്ങിക്കുന്നത് തനിക്ക് നാണക്കേടായി രമേശിന് തോന്നുന്നത് സ്വാഭാവികം മാത്രം. ഒരു പക്ഷേ സംഗീതം എന്നത് എത്ര ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്ന് അറിയാത്തവർ കുറ്റം പറയുമായിരിക്കും. സിനിമയിൽ എത്താൻ കഷ്ടപ്പാടുണ്ട്, പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെയല്ല സംഗീതം. ഒന്നിന്റെയും വില അറിയാത്ത സംഘാടകരാണ് ഇതിന്റെ ഉത്തരവാദികൾ. ഇതൊക്കെ പറയുമ്പോഴും ആസിഫ് അലിക്കുണ്ടായ അപമാനത്തിൽ സങ്കടമുണ്ട്. അത് ഉണ്ടാക്കി വെച്ചതും സംഘാടകർ തന്നെ. രമേശ് നാരായണൻ 4 വട്ടം സ്റ്റേറ്റ് അവാർഡ്, ഒരു സംഗീത അവാർഡ്, എണ്ണിയാൽ ഉടങ്ങാത്ത പുരസ്കാരങ്ങൾ ഒക്കെ നേടിയ വ്യക്തിയാണ്. തലവനും ഇറങ്ങാനുള്ള അമിഗോ അഡിഗോസും ടിറ്റിറ്റാക്കയും ഒക്കെ അഭിനയിച്ച് നടക്കുന്ന ആസിഫ് അലിക്ക് പറയാൻ ഒരു പുരസ്കാരങ്ങൾ കൂടെ വേണം. ആസിഫ് അലി സ്വയം ഇതിൽ നിന്ന് പിന്മാറണമായിരുന്നു. അപ്പം ഇതാണ് ആള് പറഞ്ഞത്. പുരസ്കാരങ്ങളുടെ എണ്ണം കൂടിയ വ്യക്തിയാണ് രമേശ് നാരായണൻ. ആൾക്ക് ഒരു പുരസ്കാരം പോലും ഇല്ലാത്ത, ആ സിനിമയിൽ അത്രയും വലിയ ഉയരങ്ങളിൽ എത്താത്ത ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ആസിഫ് അലി അവാർഡ് കൊടുക്കാൻ യോഗ്യനല്ല എന്നതാണ് ആള് പറഞ്ഞു വെക്കണത്. അപ്പം എനിക്ക് ഇയാളുടെ അടുത്ത് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. എത്ര അവാർഡ് വാങ്ങി എന്നതിലല്ല കാര്യം, ഹൃദയം കൊണ്ട് എത്രത്തോളം വിശാലമാവുന്നു, എത്രത്തോളം എളിമപ്പെടുന്നു എന്നുള്ളതിലാണ് കാര്യം. താങ്ക് യു.